ഹലോ സ്നേഹിതരെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വാക്കിങ്ങിനും വർക്കൗട്ടിനും ഇടയ്ക്കൊക്കെ ചിലർ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. സോ അത് ശരിയാണോ? അതുകൊണ്ടുള്ള ദോഷം എന്താണ്, ഗുണം എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. 5 കാര്യമാണ് മൈൻഡ് മസിൽ കണക്ഷൻ എന്ന് പറയും. ശരീരത്തിനുള്ളതാണ് വ്യായാമം എന്ന് പറയുന്നത്. അന്നേരം മനസ്സിനുള്ള സാധനത്തെ മിക്സ് ചെയ്യരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കുറച്ച് സമയം ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്തു, 5 മിനിറ്റ് കഴിഞ്ഞ് പോയി ഇരുന്ന് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഫലം പകുതിയായി മാറും. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മൈൻഡ് എന്ന് പറയുന്നത് ശരീരത്തിനൊപ്പം തന്നെ വെക്കുക. നമ്മുടെ ശരീരത്തിന് അത് പ്രയോജനപ്പെട്ടോട്ടെ, നന്നായിട്ടിരുന്നോട്ടെ, അത് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസ്റ്റ് ടൈം, ലോങ്ങർ ബ്രേക്സ് എന്നുള്ളതാണ്. റെസ്റ്റ് ടൈം കൂടും. നമ്മുടെ നെഞ്ചെടുപ്പ് ഒന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നത്. 1 മിനിറ്റ് ആ ഒരു താളത്തിൽ തന്നെ മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റുന്നില്ല. വീണ്ടും ശരീരത്തെ ഒന്ന് നമ്മൾ ഉത്തേജിപ്പിക്കാൻ വീണ്ടും ശ്രമിക്കും. അപ്പം റെസ്റ്റ് ടൈമിൻ്റെ ലെങ്ത് കൂടുക തന്നെ ചെയ്യും. 1 മിനിറ്റ് ഒന്ന് വെച്ച റെസ്റ്റ് ടൈം സ്ക്രോൾ ചെയ്ത് 10 മിനിറ്റ് ആവും, ചിലപ്പോൾ 15 മിനിറ്റ് ആവും. അറിയാതെ തന്നെ ടൈം പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയിലോട്ട് മാറും. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മൂന്നാമത്തെ കാര്യം ബോഡി പോസ്റ്റേഴ്സ് ആണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർ ഫോൺ നോക്കി നടക്കുന്ന കാണാം. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ഫോൺ നോക്കി വണ്ടിക്ക് പോയി ഇടിച്ച ആൾക്കാരെ എനിക്കറിയാം. വണ്ടിക്ക് ഇടിച്ച് മുമ്പിൽ കിടന്ന് പാർക്ക് ചെയ്തിട്ടിരുന്ന ഒരു വണ്ടിക്ക് പോയി ഒറ്റയിടി. സോ കണ്ടില്ല, ഫോൺ നോക്കിക്കൊണ്ട് പോയത്, മോർണിംഗ് വാക്കിന് പോയതാണ്. സോ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോൾ നട്ടിൽ നേരെ ഇരുന്നോട്ടെ, നേരെ ഇരുന്ന് നമ്മുടെ ഫുൾ ബോഡിയെ നേരെയാക്കി നന്നായിട്ട് വ്യായാമം ചെയ്യുക തന്നെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് കുനിഞ്ഞ് നിന്ന് ഫോൺ നോക്കേണ്ട ആവശ്യം ഇല്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലരും ഈ വർക്കൗട്ടിന് പോകുമ്പം ഫോൺ എടുക്കുന്നത് പാട്ട് കേൾക്കാൻ വേണ്ടിയാണ്. പാട്ട് കേൾക്കണം, അത് നല്ലതാണ്. എന്നാൽ എങ്ങനെയാണ് ആ പാട്ടിനെ സെറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട് ഫോണിനെ ഫ്രീ ആക്കി വെക്കുക. ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കി ഇടുക. പ്ലേലിസ്റ്റ് തയ്യാറാക്കി ഇട്ടിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ആ പ്ലേലിസ്റ്റ് ഓൺ ചെയ്ത് ഫോൺ ദൂരെ വെച്ചിട്ട് പ്ലേലിസ്റ്റ് ഓൺ ആക്കി ഇട്ടിട്ട് പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ വെക്കുകയോ അല്ലെങ്കിൽ ഇയർഫോൺ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത് പാട്ട് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മളുടെ ഫുൾ ബോഡി പോസ്റ്റേഴ്സിനെയൊക്കെ ക്രമപ്പെടുത്തും, നന്നായിട്ട് വ്യായാമം ചെയ്യാൻ നമ്മളെ സഹായിക്കും. 5ാമത്തെയും പ്രധാനപ്പെട്ട കാര്യമാണ് എയ്റോപ്ലെയിൻ മോഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. മറന്നു കളയുക, ഫോൺ കൊണ്ടുപോക്കോ. എന്നാൽ വർക്കൗട്ടിൻ്റെ സമയത്ത് ഫോൺ എയ്റോപ്ലെയിൻ മോഡിൽ ഇട്ട ശേഷം നോട്ടിഫിക്കേഷൻ വരുന്നത് കേൾക്കത്തില്ല. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പാട്ട് നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ഫോണിനെ നമുക്ക് സെറ്റ് ചെയ്യാം. എയ്റോപ്ലെയിൻ മോഡിലിട്ട് നമ്മുടെ വളരെ മൈൻഡ്ഫുള്ളായിട്ട് നമുക്ക് ഈ എക്സസൈസിനെ ചെയ്യാം. നമ്മുടെ ശരീരത്തെ നമുക്ക് മെച്ചപ്പെടുത്താം. താങ്ക് യു വെരി മച്ച്.